Good morning, all. Good morning, Miss. Good morning, madam. ഇന്നത്തെ ആരും അറിയിട്ടില്ലല്ലോ. 11 പേര് 10 പേരുള്ളല്ലോ. Good morning, Miss. ഇംഗ്ലീഷ് ക്ലാസ് കയറുന്നത് നല്ലതല്ലേ? നമുക്കിപ്പോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ കറക്റ്റ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഇംഗ്ലീഷിൽ കുറച്ച് ഫ്ലുവൻസി ആവണമെങ്കിൽ മിസ് നിങ്ങൾക്ക് ഇന്ററാക്ഷൻ ഒക്കെ എടുക്കുന്നില്ലേ? കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇംഗ്ലീഷ് കുറച്ചും കൂടെ ബെറ്റർ ആവല്ലേ ചെയ്യുന്നേ? ഇനി എന്താ ക്ലാസ്സിൽ കയറാത്തയാരോ? എല്ലാരും കേറിയിട്ടുണ്ടല്ലോ മാം. ഇംഗ്ലീഷ് ക്ലാസ്സിൽ എല്ലാവരും പരമാവധി കയറാൻ നോക്കുക കേട്ടാ. ഇല്ല മാം, ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ മാം? ഇല്ല, നെക്സ്റ്റ് പീരീഡ് ആണ് മിസ് കേട്ടോ. മിസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നവീൻ ടീച്ചർ കയറിക്കോ. നിങ്ങൾക്ക് തുടങ്ങാറേ ക്ലാസ്? യെസ് മിസ്. കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാവരും നോക്കിയോ? നോക്കിയോ? ലോജിസ്റ്റിക് പ്ലാനിങ് വരാനില്ലേ? ലോജിസ്റ്റിക് പ്ലാനിങ് വരല്ലേ ടീച്ചറെ? ലോജിസ്റ്റിക് പ്ലാനിങ് ജസ്റ്റ് തുടങ്ങി മിസ്. പേഴ്സണൽ പ്ലാനിങ് വരെയാണ് മിസ് എടുത്തു തുടങ്ങിയത് അല്ലെ? അവിടെ വരെ എടുത്തു അല്ലെ? ലാബ് ടെക്നീഷ്യൻസ് വരെ. ഓക്കെ, നോൺ മെഡിക്കൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ അത് ഇവിടം വരെ എടുത്തു. ബാക്കി എടുക്കാം. പേഴ്സണൽ പ്ലാനിങ് വരെയാണല്ലേ മിസ് എടുത്തത്? പേഴ്സണൽ പ്ലാനിങ്ങിൽ എന്താണ്? മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ, പേഴ്സണൽസ് ആരൊക്കെയാണുള്ളത്? മെഡിക്കൽ സ്റ്റാഫ്, മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ആരാണ്? പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻസ്, അങ്ങനെയുള്ള സ്റ്റാഫുകൾ. പിന്നെ ആരൊക്കെയാണ്? ഫിസിയോതെറാപ്പി, റേഡിയോഗ്രഫി, മെഡിക്കൽ ഇമേജിംഗ്, പിന്നെ എന്താണ്? പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനിൽ വരുന്നത് റിസർച്ച് സയന്റിസ്റ്റുകൾ, ഫാർമക്കോളജിസ്റ്റുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിലെ അംഗങ്ങളായ പേഴ്സണൽസിൽ വരുന്നുണ്ട്. ലോജിസ്റ്റിക് പ്ലാനിങ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡ് ബൈ സ്റ്റാഫ്. എന്താണ്? ഹോസ്പിറ്റൽ എന്തെങ്കിലും ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഡിസാസ്റ്റർ പുറമെ എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അധികമായി വേണ്ടി വരും അല്ലെ? ക്ലിനിക്കൽ സ്റ്റാഫുകളും മറ്റ് സ്റ്റാഫുകളൊക്കെ അധികമായി ആവശ്യമായി വരില്ലേ ഹോസ്പിറ്റലുകൾക്ക്? ഡോക്ടേഴ്സ് അല്ലെ, നഴ്സുമാര്, അവരൊക്കെ അധികമായി വേണ്ടി വരും. അപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ ഒരു കോളും കൊണ്ട് അവിടേക്ക് പെട്ടെന്ന് സർവീസിന് വേണ്ടി വരുന്ന ആളുകളെയാണ് സ്റ്റാഫ് ഷുഡ് റെഡി, സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ എന്താണ്? കൺട്രോൾ റൂമില് അല്ലെങ്കിൽ കമാൻഡ് സെന്ററില് അവരുടെ സർവീസ് കൊടുക്കാൻ റെഡി ആയിരിക്കുക, തയ്യാറായിരിക്കുക. നെക്സ്റ്റ് നഴ്സിംഗ് സ്റ്റാഫ്. Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. ഈ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു കോൾ കണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടിയിൽ കയറാൻ റെഡി ആയിരിക്കുന്ന സ്റ്റാഫുകള്. അതല്ലെങ്കിൽ എന്താണ്? നോൺ ക്രിട്ടിക്കൽ ഏരിയാസ്, അധികം അത്യാസന്ന വിഭാഗത്തിലല്ലാതെ വർക്ക് ചെയ്യുന്ന അവിടെ ചില ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ അധികമായിട്ടുണ്ടാവും അല്ലെ? നഴ്സിംഗ് സ്റ്റാഫുകള് ഇപ്പൊ OPD-ല് അല്ലെങ്കിൽ ഫയല് കൊണ്ട് കൊടുക്കാനായിട്ട് ഉണ്ടാവോ? അല്ലെങ്കിൽ വാർഡുകളില്, റൂംസുകളില് അല്ലെ?
അല്ലെങ്കിൽ നഴ്സിംഗ് സെന്റേഴ്സില്, നഴ്സിംഗ് സ്റ്റേഷനുകളിൽ, അപ്പൊ അങ്ങനെയുള്ള ഏരിയ, നോൺ ക്രിട്ടിക്കൽ ഏരിയാസില് അധികമായി വരുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യാം, ഈ ഡിസാസ്റ്റർ സെക്ഷനിലേക്ക്, ആ തിരക്കുള്ള ഭാഗത്തേക്ക് മാറ്റുക. ക്ലിയർ ആയോ അത്? Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice. Nurse superintendent ഒരു ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാല് ജോലിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ തയ്യാറായിരിക്കുന്ന നഴ്സുമാരുടെ ഒരു ലിസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ എന്താണ്, നോൺ ക്രിട്ടിക്കൽ ഏരിയാസില് അധികമായി ഒരുപാട് നഴ്സുമാർ വരുന്ന വിഭാഗത്തിൽ നിന്ന് എന്താണ്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ നമുക്ക് കുറെ ഏരിയാസ് പറഞ്ഞില്ലേ, പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ, ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏരിയാസ് എന്ന് പറഞ്ഞ കുറിച്ച് പറഞ്ഞോ? അപ്പൊ എന്താണ്, നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ നിന്ന് ഇങ്ങനെയുള്ള ഏരിയാസിലേക്ക് നഴ്സുമാരെ തയ്യാറാക്കുക, സജ്ജരാക്കുക. ക്ലിയർ ആയോ അത്? ഓക്കെ ആയോ? ഓക്കെ. നെക്സ്റ്റ് ആൻസിലറി സ്റ്റാഫ്. ആൻസിലറി മെഡിക്കൽ സർവീസസ്. ആൻസിലറി മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞാല് റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് ആൻഡ് ഓൾസോ അതർ ഹോസ്പിറ്റൽ സർവീസ്. കൂടാതെ ഹോസ്പിറ്റലിലെ അതർ മറ്റ് സർവീസുകളും സേവനങ്ങളും ഇതിൽ പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ ഷുഡ് ബി അവൈലബിൾ. ഇവരെല്ലാം എന്തായിരിക്കണം? അവൈലബിൾ ആയിരിക്കണം അല്ലെ, ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ലബോറട്ടറിയിലുള്ള ആളുകൾ അല്ലെ, ബ്ലഡ് ബാങ്കിലുള്ള ആളുകൾ, റേഡിയോളജിയിലുള്ളത് അല്ലെ, ഹൗസ് കീപ്പിംഗ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട്, സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ, അവിടേക്ക് ആവശ്യമായ റിസോഴ്സുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്റ്റോഴ്സിന്റെ ഫെസിലിറ്റീസ് വേണം, ഫാർമസിയിലെ ഫെസിലിറ്റീസ് വേണം അല്ലെ, കിച്ചൺസ്, ഡയറ്ററി അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് കിച്ചണിന്റെ സർവീസ് ഒക്കെ ആവശ്യമല്ലേ? ആണോ? അപ്പൊ ഇവരെല്ലാം എന്താണ്, ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാല് എന്താണ്, ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ കൊടുക്കാൻ ഇതിന് വേണ്ട തയ്യാറായിരിക്കണം. നെക്സ്റ്റ് വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് ആരാണ്? വോളണ്ടിയേഴ്സ് ഹെൽപ്പേഴ്സ്. ഹെൽപ്പേഴ്സ് അല്ലെ, പുറമേ നിന്ന് വരുന്ന അല്ലെ, ഇതിൽ ഡിസാസ്റ്റർ നമുക്ക് അഡീഷണൽ ആയിട്ട് ക്ലബുകളാവാം, പിന്നെ എന്താവാം, പാർട്ടി പ്രവർത്തകരാകാം അല്ലെ, സ്റ്റുഡൻസ് ആവാം അല്ലേ, സ്റ്റുഡൻസ് ആവാം. അപ്പൊ പലരും എന്താണ്, the role which volunteers will assume during the time of disaster should be predetermined, rehearsed, coordinated, coordinated and supervised by the regular senior staff. ഒരു സീനിയർ സ്റ്റാഫിന്റെ മേൽനോട്ടത്തില് ദുരന്ത സമയത്ത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സഹായിക്കാനായിട്ട് എന്താണ്, വോളണ്ടിയേഴ്സിനെ എന്താണ്, മുൻകൂട്ടി പ്രീഡിറ്റർമിനന്റ് അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, റിഹേഴ്സൽ അല്ലെ, ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ടായിരിക്കണം. അവരെ കോർഡിനേറ്റ് ചെയ്യുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണ്ടേ? ചിലപ്പോ പല ക്ലബുകളിൽ നിന്ന് അല്ലെ, പല കോളേജുകളിൽ നിന്ന് വരുമ്പോ അവര് ചിലപ്പോ ഒരു ഐക്യത, യൂണിറ്റ് ഉണ്ടാവില്ല അല്ലെ, പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവോ? പല അഭിപ്രായ വ്യത്യാസങ്ങളും വരാം അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവരെ കോർഡിനേറ്റ് ചെയ്യിക്കുക. ആൻഡ് സൂപ്പർവൈസ്ഡ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക അല്ലെ. ആരാണ്? സീനിയർ സ്റ്റാഫ്. ക്ലിയർ ആയോ? volunteers, the role which volunteers will assume during the time എന്താണ്, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഒരു സീനിയർ സ്റ്റാഫിന്റെ മേൽനോട്ടത്തില് ഇതിനു വേണ്ട പ്രവർത്തകരെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് വേണ്ട റിഹേഴ്സൽ, അതായത് ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ടായിരിക്കണം.
അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. ഓക്കെ അല്ലേ അത്? നെക്സ്റ്റ് reserve staff. Hospital must be identifying physicians, nurses and retired hospital workers or who have changed careers to work outside of healthcare services or now work in areas other than direct patient care. എന്താണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, റിസർവ് ചെയ്ത് വെക്കുന്ന. നമ്മൾ ട്രെയിനിലൊക്കെ ടിക്കറ്റ് റിസർവ് ചെയ്ത് വെക്കില്ലേ, അതെന്തിനാണ് റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്? നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം അല്ലെ, അങ്ങനെയല്ലേ? അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടോ? ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ? അതേപോലെ റിസർവ് സ്റ്റാഫ് എന്താണ്? ഒരു ദുരന്ത സമയത്ത് എന്താണ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായാൽ എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരെ വിളിക്കാനായിട്ട് മുൻകൂട്ടി എന്താണ് കുറച്ച് ആളുകളെ അവര് നോക്കി വെച്ചിട്ടുണ്ടാവും, അറേഞ്ച് എമർജൻസി സിറ്റുവേഷനിൽ വിളിക്കുന്നതിനായിട്ട് ഇവര് നോക്കി വെച്ചിട്ടുണ്ടാവും, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ്? ഹോസ്പിറ്റൽ മസ്റ്റ് ഐഡന്റിഫൈ, ഹോസ്പിറ്റൽ ആരെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം, മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. ആരെയൊക്കെയാണ്? ഫിസിഷ്യൻസിനെ അല്ലെ, ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ ആൻഡ് റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സിനെ, റിട്ടയർ ചെയ്ത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളുകളെ, ഓർ ഹു ഹാവ് ചേഞ്ച്ഡ് കരിയർ ടു വർക്ക് ഔട്ട്സൈഡ് ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്, ആരോഗ്യ സേവനങ്ങൾക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ. നമ്മൾ വോളണ്ടിയേഴ്സ് ആയിട്ട് വിളിക്കുന്നത് അതല്ലെങ്കിൽ മറ്റു ഫെസിലിറ്റീസിന് വേണ്ടി വിളിക്കുന്നത് ആരെയായിരിക്കും? ആരോഗ്യ സേവനങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളല്ലേ. or now work in areas other than direct patients care, direct ആയിട്ട് patients care ഏരിയാസിൽ വർക്ക് ചെയ്യാത്ത ആളുകളെ. now ഇപ്പൊ നമ്മ ആശാ വർക്കേഴ്സ് ഉണ്ടോ? ആശാ വർക്കേഴ്സ് കേട്ടിട്ടുണ്ടോ? അവിടെ നേരിട്ട് രോഗി പരിചരണത്തിലാണോ വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്? ആണോ? അല്ല, പക്ഷെ എന്താണ് അവർ ചെയ്യുന്നത്? ആരോഗ്യ സേവനം തന്നെയല്ലേ അവർ ചെയ്യുന്നത്. ഓരോ വാർഡുകളിലുമുള്ള ഹെൽത്ത് സർവീസ് അല്ലേ അവർ ചെയ്യുന്നത്. പ്രഗ്നന്റ് ലേഡീസിന്റെ കണക്കെടുക്കുന്നു അല്ലെ, അവർക്ക് വേണ്ട ന്യൂട്രീഷ്യൻസ് അല്ലെ, ആണോ? അംഗൻവാടികളിൽ നിന്ന് ലഭ്യമാക്കുന്നു. കൂടാതെ എന്താണ് അവർക്ക് വേണ്ട ഇഞ്ചക്ഷൻസ്, TTs അല്ലെ. പിന്നെ എന്താണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുക അല്ലെ, ആണോ? അതൊക്കെ അല്ലേ. പിന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട പോഷകാഹാരങ്ങള് ലഭ്യമാക്കി കൊടുക്കുക അല്ലെ. ആരോഗ്യ സർവീസുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അതൊക്കെയല്ലേ അവരുടെ ഡ്യൂട്ടീസ്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ആശാ വർക്കർ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. രോഗി പരിചരണം ഒഴികെയുള്ള മേഖലകളിൽ, നേരിട്ട് രോഗി പരിചരണം ഒഴികെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ എന്താണ് റിസർവ് ചെയ്തിടുക. ക്ലിയറായോ? ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായപ്പ ഒരു ആശാ വർക്കർ ഫേമസ് ആയത് ഇല്ലേ, ന്യൂസിലും പേപ്പറിലും ന്യൂസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായോ ന്യൂസ്? ആളുകളെ രക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈങ് ഫിസിഷ്യൻസ്. എന്താണ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് വിളിക്കുന്നതിന് വേണ്ടി അടിയന്തര സഹായം ലഭ്യമാക്കാനായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, ഓക്കെ, നഴ്സുമാരെ, പിന്നെ എന്താണ് റിട്ടയേർഡ് ചെയ്ത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളുകളെയൊക്കെ. പിന്നെ കൂടാതെ എന്താണ് who have changed careers to health care ആരോഗ്യ പരിചരണ
സർവീസുകൾക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ നേരിട്ട് ആരോഗ്യ പരിചരണമല്ലാത്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, റിസർവ് ചെയ്തിടുക. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്. എന്താണ്? എമർജൻസി സിറ്റുവേഷൻസിൽ എന്താണ് നമുക്ക് വേണ്ട, ഹോസ്പിറ്റലുകൾക്ക് വേണ്ട ഫണ്ടുകൾ അംഗീകരിക്കാനും പിന്നെന്താണ് അവിടേക്ക് വേണ്ട റിസോഴ്സുകൾ പർച്ചേസ് ചെയ്യാനും വേണ്ടി ഫിനാൻഷ്യൽ പ്ലാനിങ്. ക്ലിയർ ആയോ? പേഴ്സണൽ പ്ലാനിങ്ങിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ആൻസിലറി സ്റ്റാഫ്, വോളണ്ടിയേഴ്സ്, റിസർവ് സ്റ്റാഫ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഏത് ടൈമിലാണ്, ഏത് ഫേസിലാണ്? പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെ? പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ആദ്യം തന്നെ പ്ലാൻ ചെയ്യാം അല്ലെ? ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ട് എന്താണ് അവരൊരു റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കുകയും അത് ബന്ധപ്പെട്ട എല്ലാ ഏരിയാസിലേക്കും എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലെ? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട്, ഡിസാസ്റ്റർ മാനുവലുമായി ബന്ധപ്പെട്ട് എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും അതിനുവേണ്ട ട്രെയിനിങ്ങുകളും മോക്ക് ഡ്രില്ലുകളൊക്കെ നൽകുക. ക്ലിയർ ആയോ? പിന്നെ എന്താണ് ഇങ്ങനെയുള്ള ഡിസാസ്റ്ററിന് വേണ്ടി തയ്യാറെടുക്കുന്ന പരിശീലനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? എന്തൊക്കെയാണ്? ഫോളിംഗ് ഡിബ്രിസ് അല്ലെ? അവശിഷ്ടങ്ങളൊക്കെ മേലേക്ക് വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായിട്ട് പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് നൽകുക. പിന്നെ എന്താണ്? പരിക്കേറ്റവരെ രക്ഷിക്കുന്നതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക. പരിക്കേറ്റവർക്ക് ട്രയേജ് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡുകള് അല്ലെങ്കിൽ CPR അതുപോലെയുള്ള ട്രയേജുകൾ നൽകുന്നതിന് വേണ്ടി ട്രയേജ് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക. നെക്സ്റ്റ് റെസസിറ്റേഷൻ, CPR, ഫസ്റ്റ് എയ്ഡ് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ട്രെയിനിങ്ങുകള്, ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള ട്രെയിനിങ്ങുകളൊക്കെ സ്റ്റാഫുകൾക്ക് നൽകുക. നെക്സ്റ്റ് എന്താണ്? പ്രിപ്പോസിഷൻ ഓഫ് റിലീഫ് സപ്ലൈസ് അല്ലെ? സർജിക്കൽ എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ മെഡിസിൻസ്, ബ്ലാങ്കറ്റ്സുകളെ ഇതൊക്കെ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ടെമ്പററി വാട്ടർ സപ്ലൈസ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ താൽക്കാലിക വാട്ടർ സപ്ലൈസ് ലഭ്യമാക്കുക. പിന്നെ എന്താണ്? ഓരോ ആളുകൾക്കും ഓരോ സ്റ്റാഫുകൾക്കും വേണ്ട റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക. പിന്നെ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതാണ്? പിന്നെ എന്താണ്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ? പിന്നെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത്? അത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. പിന്നെ എന്താണ്? ജോബ് കാർഡ്സ്. പിന്നെ എന്താണ്? പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന് ആക്ടിവേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഏരിയാസ് ഏതെല്ലാമാണ്? നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിലെ ദുരന്ത സമയത്ത് ഹോസ്പിറ്റലിലെ ബെഡ് കപ്പാസിറ്റി, ബെഡിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നെക്സ്റ്റ് പ്ലാനിങ്ങുകൾ, ലോജിസ്റ്റിക് പ്ലാനിൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തുമുള്ള കമ്മ്യൂണിക്കേഷൻ, ശരിയായ രീതിയിലുള്ള ആശയവിനിമയം, എന്താണ്? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് റെഫർ ചെയ്യുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യം. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സുകൾ, വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ട സ്റ്റോഴ്സ് പ്ലാനിങ്. നെക്സ്റ്റ് പേഴ്സണൽ പ്ലാനിങ് അതാണ്. അത് മെഡിക്കലും നോൺ മെഡിക്കൽ പേഴ്സണൽസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാഫുകളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മെഡിക്കൽ സ്റ്റാഫ്, നെക്സ്റ്റ് നഴ്സിംഗ് സ്റ്റാഫ്,
ancillary staff, radiology, laboratory, blood bank, pharmacy, kitchen, dietary, അങ്ങനെയുള്ള എല്ലാ ഏരിയാസും വരുന്നുണ്ട്. നെക്സ്റ്റ് വോളണ്ടിയേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് സുഗമമായി നടത്തുന്നതിന് വേണ്ട ആളുകളെ, വോളണ്ടിയേഴ്സിനെ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ട ആളുകളെ ലഭ്യമാക്കുക. നെക്സ്റ്റ് എന്താണ്? റിസർവ് സ്റ്റാഫ്. പിന്നെ ഫിനാൻഷ്യൽ പ്ലാൻ. ക്ലിയർ ആയോ? പ്രീ ഡിസാസ്റ്റർ ഫേസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും? നെക്സ്റ്റ് ഇനി ഡിസാസ്റ്റർ ഫേസ്. എന്താണ്? ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യാണ് അല്ലെ, ഡിസാസ്റ്റർ സംഭവിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ്. എന്താണ്? ആളുകളെ മാറ്റുന്നത് അല്ലെ, മൊബിലൈസ് ചെയ്യുന്നതും എന്താണ്? റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്യുന്ന, സമാഹരിക്കുന്നതും ഈ ഫേസിലാണ്, ഡിസാസ്റ്റർ ഫേസിലാണ് നടക്കുന്നത്. പ്ലാൻസ് ഫോർ അലോട്ടിംഗ് plans for alerting disaster committee, staff, other facilities via phones, paging and mobilizing resources to suitable activated areas. എന്താണ്? plans for alerting the disaster committee. ദുരന്ത സമിതി, ഡിസാസ്റ്റർ കമ്മിറ്റിയെ, സ്റ്റാഫുകളെ, പിന്നെ എന്താണ്? മറ്റു ഫെസിലിറ്റീസ്, റേഡിയോളജി, ഫാർമസി, പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ്? ഫോൺ വഴിയോ അതല്ലെങ്കിൽ പേജിംഗ്, ലൗഡ് സ്പീക്കർ വഴി അല്ലെങ്കിൽ മൈക്ക് വഴി എന്താണ്? അവരെ വിവരം അറിയിക്കുക അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുക. ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സസ് ടു സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്. എന്താണ്? ഡിസാസ്റ്ററിലെ പ്രവർത്തനങ്ങൾ നടത്താൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള, സജീവമാക്കിയിട്ടുള്ള ഏരിയാസിലേക്ക്, വിഭാഗങ്ങളിലേക്ക് വേണ്ട റിസോഴ്സുകൾ, വിഭവങ്ങള് സമാഹരിക്കല്. ക്ലിയർ ആയോ? ഒരു ഡിസാസ്റ്റർ, ഇപ്പൊ ഹോസ്പിറ്റലില് ഫയർ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് നടന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരെയും വിവരം അറിയിക്കണോ? ഹോസ്പിറ്റലിലെ എല്ലാവരെയും വിവരം അറിയിക്കണോ? അപ്പൊ എന്ത് ചെയ്യാം? പ്ലാൻസ് ഫോർ അലേർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി. അപ്പൊ എന്താണ്? ഇങ്ങനെയൊരു കെമിക്കൽ സ്പില്ലേജ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസാസ്റ്റർ കമ്മിറ്റിനെ വിവരം അറിയിക്കണം അല്ലെ. സ്റ്റാഫുകളെ വിവരം അറിയിക്കണ്ടേ? അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫുകളെയും വിവരം അറിയിക്കണം അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ വിവരം അറിയിക്കുന്നു. അതർ ഫെസിലിറ്റീസ്, മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി എന്താണ്? ഫോൺ വഴിയോ അതല്ലെങ്കിൽ എന്താണ്? പേജിംഗ് വഴി അല്ലെ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുത്തപ്പോ പറഞ്ഞില്ലേ, കോഡ് ബ്ലൂ. അതെങ്ങനെയാ വിവരം അറിയിക്കുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യും അല്ലെ. കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ 3 times വിളിച്ചു പറയുകയാണോ ചെയ്യുന്നത്? മൈക്കിലൊക്കെ വിളിച്ചു പറയുമ്പോ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തും അല്ലെ, കാർഡിയാക് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്. അപ്പൊ അതേപോലെ എന്താണ്? ഫോൺ വഴിയോ അതല്ലെങ്കിൽ എന്താണ്? പേജിംഗ്, ലൗഡ് സ്പീക്കർ വഴിയോ അതല്ലെങ്കിൽ മൈക്ക് വഴിയോ എല്ലാ ആളുകളെയും, എല്ലാ സ്റ്റാഫ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി, ആ ഫെസിലിറ്റീസിന് വേണ്ടി വിവരം അറിയിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഓരോ ഏരിയാസിലേക്കും എന്താണ്? ഓരോ ഏരിയാസിലെ ആക്ടിവേറ്റഡ്, ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് സജീവമാക്കിയിട്ടുള്ള ഏരിയാസിലേക്ക് എന്താണ്? റിസോഴ്സുകൾ, അവിടേക്ക് ആവശ്യമായ സാധനങ്ങൾ വേണ്ടേ? മെഡിസിനുകൾ അല്ലെ, എക്യുപ്മെന്റ്സുകൾ അല്ലെ, റിസോഴ്സുകൾ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? മൊബിലൈസ് ചെയ്യുക, സമാഹരിക്കുക. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ്, ഇപ്പൊ ഫയർ, തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അടക്കുന്നതിന് വേണ്ടി എന്താണ്? ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സുകൾ വേണം അല്ലെ. വേണോ? വേണം. പിന്നെ എന്താണ്? അത്രയും ഭാഗം അലേർട്ട് ആക്കണ്ടേ? കെട്ടിത്തിരിച്ചല്ലേ, അങ്ങോട്ട് ആളുകളൊന്നും വിടാത്ത രീതിയിൽ ഷെൽട്ടേഡ് ചെയ്യണ്ടേ? ക്ലോസ് ചെയ്യണം അല്ലെ, ക്ലോസ് ചെയ്യണം അല്ലെ. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വേണം.
അത്ര ഏരിയാസ് ക്ലോസ് ചെയ്യണ്ടേ? ക്ലോസ് ചെയ്യണം. പിന്നെ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഫയർ അണക്കുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ച സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലേ? ഉണ്ടാവോ? അവര് വിവരം അറിയിക്കണ്ടേ? അപ്പൊ അതൊക്കെയാണ് ഡിസാസ്റ്റർ ആ ഫേസിൽ പറയുന്നത്. ക്ലിയർ ആയോ? അത് ഓക്കെ ആയോ? ഇൻസിഡന്റ് കമാൻഡർ. അവിടെ ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി എന്താണ്? ആൻ ഇൻസിഡന്റ് കമാൻഡർ who must be free to command and coordinate overall disaster response must be appointed by hospital administrator. എന്താണ് an incident commander? ഇൻസിഡന്റ് കമാൻഡർ ഡ്യൂട്ടി എന്താണ്? മൊത്തത്തിലുള്ള ഓവറോൾ ഡിസാസ്റ്റർ റെസ്പോൺസ്, മൊത്തത്തിലുള്ള ദുരന്ത പ്രവർത്തനങ്ങളെ കമാൻഡ് ചെയ്യാനും ഏകോപിപ്പിക്കാനും ആ സ്റ്റാഫുകളെ തമ്മിൽ ഏകോപിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു ഇൻസിഡന്റ് കമാൻഡറെ എവിടെ അപ്പോയിന്റ് ചെയ്യുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ അപ്പോയിന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൊരു ചെറിയ നോർമൽ താഴെയുള്ളൊരു സ്റ്റാഫിനെ പിടിച്ച് അധികം ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാണ്ട് ഉള്ളൊരു സ്റ്റാഫിനെ പിടിച്ച് അഡ്മിനിസ്ട്രേഷനിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത ബാക്കി സ്റ്റാഫുകൾ അത് അംഗീകരിക്കോ? ഇല്ല അല്ലെ? അതിന് സ്വാതന്ത്ര്യമുള്ള ഒരാൾ വേണം അല്ലേ? വേണ്ടേ? അപ്പൊ എന്താണ്? അപ്പൊ മൊത്തത്തിലുള്ള ഡിസാസ്റ്റർ ദുരന്ത പ്രതികരണങ്ങളെ കമാൻഡ് ചെയ്യാനും ഏകോപിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള അല്ലെ, അത്രയും ഒരു ഓതറൈസ്ഡ് പേഴ്സണേഴ്സിനെ ആയിരിക്കണം അല്ലെ നമ്മൾ നിയോഗിക്കേണ്ടത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സണിനെ, സ്വാതന്ത്ര്യമുള്ള ഒരാളെ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. ആളായിരിക്കും ഇതിനു വേണ്ട കമാൻഡുകൾ, നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ ഈ ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കും. മസ്റ്റ് ബി അപ്പോയിന്റ്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നതാണ്. എക്സാമ്പിൾ നോക്കിയാ പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻസ് വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസ്. ശരിയല്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യനെ കൊണ്ടുവന്നിട്ട് എമർജൻസി മെഡിക്കൽ സർവീസിന് നിർത്താല്ലേ. അപ്പൊ ആളെന്താണ്? കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലേ? ആണോ? അപ്പൊ എന്താണ് അങ്ങനെ ചെയ്യുക? എന്താണ് ഒരു ഇൻസിഡന്റ് കമാൻഡർ എന്താണ് മൊത്തത്തിലുള്ള ദുരന്ത പ്രതികരണങ്ങളെ കമാൻഡ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള, അതിനായി എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാളെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റില് അപ്പോയിന്റ് ചെയ്യുക. എക്സാമ്പിൾ എമർജൻസി ഫിസിഷ്യനെ കൊണ്ടെന്നാണ് എമർജൻസി മെഡിക്കൽ സർവീസിൽ അപ്പോയിന്റ് ചെയ്യുന്നതിലൂടെ, അവിടെ നിർത്തുന്നതിലൂടെ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ സർവീസിനെ കൊണ്ടുവന്ന് ഒരു ഹൗസ് സർജൻസി ഡോക്ടറെ നിർത്തിക്കഴിഞ്ഞാൽ ഓക്കെ ആവോ? അധികം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ജസ്റ്റ് ഒരു MBBS കഴിഞ്ഞ ഡോക്ടറെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് അതിനുവേണ്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. ഇൻസിഡന്റ് സ്റ്റാഫ്. ഓക്കെ, ഇൻസിഡന്റ് സ്റ്റാഫ് നോക്കിയേ. ദ പർപ്പസ് ഓഫ് ദി ഇൻസിഡന്റ് സ്റ്റാഫ്. ഒരു ഇൻസിഡന്റ് സ്റ്റാഫ് കൊണ്ടുള്ള ഉദ്ദേശം, പർപ്പസ് എന്താണ്? comprised of command and general staff is to provide the hospital IC with enough manpower to meet all his or her responsibility in conducting the disaster relief operations. എന്താണ് കമാൻഡിനും ഈ ഒരു ഇൻസിഡന്റ് കമാൻഡറിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ? ഇൻസിഡന്റ് കമാൻഡർക്ക് എന്തായിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി? കഴിഞ്ഞ ദിവസം എടുത്താണ് ഇൻസിഡന്റ് കമാൻഡർ. എന്താണ് കഴിഞ്ഞ ദിവസം മിസ് എടുത്താണ് ഇൻസിഡന്റ് കമാൻഡർ. ഇൻസിഡന്റ് സ്റ്റാഫ് ഫങ്ഷൻ. എന്താണ് മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിലെ ദുരന്ത പ്രവർത്തന
ദുരന്ത പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക അല്ലെ. ഓവറോൾ ഹോസ്പിറ്റലിലെ ദുരന്ത പ്രവർത്തനം എമർജൻസി സിറ്റുവേഷനിൽ മാനേജ് ചെയ്യുക അല്ലെ. അപ്പൊ അയാൾക്ക് അതിനു വേണ്ടി ആരാവശ്യമായിട്ട് വരും? ആൾക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സ്റ്റാഫുകളെ ആവശ്യമായിട്ട് വരും അല്ലെ. അതല്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഉദ്ദേശം എന്താണ്? ഇൻസിഡന്റ് കമാൻഡർക്ക് ആളുടെ റെസ്പോൺസിബിലിറ്റീസ് ഹിസ് ഓർ ഹെർ അല്ലെ. ചിലപ്പോ ആണാവാം, അല്ലെങ്കിൽ എന്താണ് മെയിൽ ആവാം, ഫിമെയിൽ ആവാം. ഹിസ് ഓർ ഹെയർ അവരെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങള് കറക്റ്റ് രീതിയിൽ ഡിസാസ്റ്റർ റിലീഫ് പ്രവർത്തനങ്ങൾ അല്ലെ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങള് കറക്റ്റ് രീതിയിൽ ചെയ്യുന്നതിന് വേണ്ട സ്റ്റാഫുകളെ ലഭ്യമാക്കൽ അല്ലേ. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. വിത്ത് ഇനഫ് manpower to meet all his or her responsibility in conducting the disaster relief operations. എന്താണ് ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇൻസിഡന്റ് കമാൻഡർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ സ്റ്റാഫുകളെ ലഭ്യമാക്കൽ, ഇൻസിഡന്റ് സ്റ്റാഫുകളെ ലഭ്യമാക്കൽ. A staff comprising the seven position most apt for the medium sized disaster. ഒരു മീഡിയം സൈസ്ഡ് ഒരു ഇടത്തരം ദുരന്തത്തിന് എത്ര സ്റ്റാഫുകളെ ആവശ്യമായിട്ട് വരും? 7 പൊസിഷൻ അല്ലെ. 7 സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കമ്മിറ്റിയാണ് ആവശ്യം. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞോ ഇൻസിഡന്റ് കമ്മിറ്റി എന്നും പറഞ്ഞിട്ട്, ഇൻസിഡന്റ് സ്റ്റാഫ് എന്നും പറഞ്ഞിട്ടല്ലേ 8 പേരെ പറഞ്ഞു. അതിൽ ഡിസാസ്റ്റർ കമാൻഡർ കഴിഞ്ഞാൽ ആരാ? ബാക്കി 7 പേര് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള 7 സ്റ്റാഫുകള് ഈ കമ്മിറ്റിയില് ഒരു ഇടത്തരം ഒരു മീഡിയം സൈസിൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻസിഡന്റ് കമാൻഡറിന്റെ അണ്ടറില് 7 സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന ഒരു സമിതി, ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. രൂപീകരിക്കുക അവിടെ ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ടാവും. അവര് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ക്ലിയർ ആയോ? അത് അതിലാരൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൻസ്. ഇത് കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞു തന്നെയാണ് അല്ലെ. എടുത്തത് തന്നെ ഒന്നുകൂടി ക്ലിയർ ആയത്. ഫസ്റ്റ് ഇൻസിഡന്റ് സ്റ്റാഫ്സിൽ എന്താണ്? ഇൻസിഡന്റ് കമാൻഡർക്ക് അവരുടെ ഒരു ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങള് കറക്റ്റ് രീതിയിൽ ആകുന്നതിനാവശ്യമായ സ്റ്റാഫുകളെ ലഭ്യമാക്കുക. ഒരു മീഡിയം സൈസ്ഡ് ഒരു ഇടത്തരം ദുരന്തത്തിന് ആരാണ്? 7 സ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിലാരൊക്കെയാണ് പെടുന്നത്? പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൻസ്. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം. ലൈസൺ എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്നുള്ള മീനിങ് ആണ്, ബന്ധം. ലൈസൺ ഓഫീസർ മറ്റ് ഏജൻസികളുമായിട്ട് ഒരു ദുരന്ത പ്രവർത്തനങ്ങള് നല്ല രീതിയിലാവുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് ഏജൻസികളുടെ ഹെൽപ്പ് വേണ്ടി വരും അല്ലെ. വേണ്ടി വരുമോ? അപ്പൊ അവര് തമ്മിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആളെയാണ് ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ആതിര? നെക്സ്റ്റ്, വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്ക്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാവണം, സ്ട്രൈക്ക് ചെയ്യാണ്, അടിക്കുക അല്ലെ. ഡിസാസ്റ്റർ സംഭവിച്ചു. ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ. എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്? ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ടു ഡിക്ലെയർ എ ഡോക്ടർ മേജർ. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് പറയും? ഇൻഡിവിജ്വൽസ് എന്ത് പറയുന്നു? ആർ ഡിക്ലെയർഡ് എ ഡോക്ടർ മേജർ. അവർ പ്രഖ്യാപിക്കാണ് ഡോക്ടർ മേജർ. എന്താണ്? ദുരന്തം സംഭവിച്ചു എന്ന് അറിയിക്കുന്നതിനാണ് ഡോക്ടർ മേജർ എന്ന് പറയുന്നത്. ഇതാണ് ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽ
are called to declare a doctor major. Authorized individuals പ്രഖ്യാപിക്കുന്നു എന്താണ് ഡോക്ടർ മേജർ. സിഇഒ സിഇഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ അതല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ് ദ ഡിസാസ്റ്റർ പ്ലാൻ. എന്താണ്? ഒന്നില്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അതല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ ഒക്കെ എന്താണ്? ഡിസാസ്റ്റർ പ്ലാന് നടപ്പിലാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഇൻഫോർമഡ്. എന്താണ്? പോലീസിനെയോ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിനെയോ വിവരം അറിയിക്കുന്നു. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസസ്. ഹോസ്പിറ്റലിലെ ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ് അനൗൺസ് ചെയ്യുന്നത്? ഡോക്ടർ മേജർ അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു ഒരു ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നത്? ഡോക്ടർ മേജറിന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതിനുശേഷം എന്താണ്? ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യാണ് മൈക്കിൽ കൂടിയോ അതല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ വഴി. എന്താണ്? ഓരോ എന്താണ് 30 സെക്കൻഡ് ടൈം കഴിയുമ്പോഴും എന്താണ് 3 തവണ വിളിച്ചു പറയും ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജറിന് 3 മിനിറ്റ് അവരെന്ത് ചെയ്യും? വിളിച്ചു പറയും. ഈ മൈക്കിലൂടെയോ അതല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലൂടെ വിളിച്ചു പറയുമ്പോൾ എല്ലാവർക്കും വിവരം കിട്ടാണ് അല്ലെ? ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അറിയാൻ പറ്റില്ലേ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തിരിക്കണം? അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാവണം അല്ലെ? ആണോ? ഓക്കെ. എന്താണ്? ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ്? ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും എന്ത് വിളിച്ചു പറയുന്നു? 3 ടൈംസ് വിളിച്ചു പറയുന്നു ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അങ്ങനെ എത്ര? 3 മിനിറ്റ്. അപ്പൊ എത്ര സമയം വിളിച്ചു പറയാള്? എത്ര ടൈംസ് വിളിച്ചു പറയും? 6 ടൈംസ് അല്ലേ? ആണോ? ഓക്കെ. ക്ലിയർ ആയോ? അത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? Physician and other staff who are off duty are recalled. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ആണ് അല്ലെ? ഡേയും നൈറ്റും അല്ലേ? ആണോ? അറിയാലോ, ഡേയും നൈറ്റും ആണ്. അപ്പൊ ആ സമയം അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോ എന്താണ്? ഫിസിഷ്യൻസ് മറ്റുള്ള സ്റ്റാഫുകളൊക്കെ എന്തും പോയിട്ടുണ്ടാവും അല്ലേ? പോയിട്ടുണ്ടാവോ? വീട്ടിലേക്ക് പോവില്ലേ? ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക? റീകോൾഡ് ചെയ്യുക. അവരെ വീണ്ടും വിളിപ്പിക്കും. എന്താ റെസ്പോൺസ് ഇല്ലാത്ത? ഫിസിഷ്യൻസ് ആൻഡ് അതർ സ്റ്റാഫ് ഹു ആർ ഓഫ് ഡ്യൂട്ടി ആർ റീകോൾഡ്. എന്താണ്? ഫിസിഷ്യൻസ് അതർ സ്റ്റാഫുകളെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയവരെ, അവരെ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സ്റ്റാഫുകളെ 9 ടൈംസ്. അതെങ്ങനെയാണ് ടോം? എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് 1 മിനിറ്റ് ആവുന്നത്? 60. അപ്പൊ എത്ര ടൈംസ് വന്നു? 3 വെച്ചില്ല. 3 വെച്ച് ഒരു തവണ 3. ഇപ്പൊ 1 ടൈംസ് 3 ടൈം വിളിച്ചറിയും ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അത് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ് കഴിയുമ്പോ വീണ്ടും വിളിച്ചു പറയും ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അങ്ങനെ 3 തവണ. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അതല്ല മിസ് ചോദിക്കുന്നത്. ആകെ എത്ര ടൈം? 3 തവണ വെച്ച് ഒരു സമയത്ത് എത്രയാ? 3 തവണ. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, all departments implement established procedure. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇല്ലേ? ഇപ്പൊ OPD ബന്ധപ്പെട്ട് അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ ബന്ധപ്പെട്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് അല്ലെ? അങ്ങനെയല്ലേ വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്? ഒരു ഏരിയ റിലേറ്റ് ചെയ്തല്ലേ? ആണോ? ആദ്യം തന്നെ എടുത്തപ്പോ അങ്ങനെ പറഞ്ഞ. അപ്പൊ എന്താ? ഓൾ ഡിപ്പാർട്ട്മെന്റ് ഇംപ്ലിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്താണ്? സ്ഥാപിത നിയമങ്ങൾ അവർക്ക്
പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ഫോർ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ടു മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഹൗസ് ഓഫീസേഴ്സ് ബൈ എ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്. എന്താണ് ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്, ഒരു നിയുക്ത സ്റ്റാഫ് റിട്ടൺ ആയിട്ടുള്ള എഴുതിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഹൗസ് ഓഫീസർ, ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്ന ഓഫീസേഴ്സിലെ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, റിട്ടൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് സർജറി സെക്ഷൻ, ജനറൽ മെഡിസിൻ സെക്ഷൻ, ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഏരിയാസിലേക്ക് എന്താണ് നിയുക്ത വ്യക്തികൾ, അതിനായി നിയോഗിച്ചിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു, റിട്ടൺ ആയിട്ടുള്ള എഴുതിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ക്ലിയറായോ? ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? മിസ് തന്നത് മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ഡിസാസ്റ്റർ. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർക്കൊക്കെ നൽകുന്നു? പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങള് ഡിസാസ്റ്റർ ചീഫ്, ചീഫ് ഓഫ് എമർജൻസി റൂം, എമർജൻസി റൂമിലെ ചീഫിന് ഓരോ ഭാഗത്തിലെയും ഹെഡുകൾക്ക് എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. ട്രയേജ് ഏരിയാസിലേക്ക്, എമർജൻസി വെയിറ്റിംഗ് റൂമിലേക്ക്, സ്റ്റാഫ് ഹോൾഡിംഗ് റൂമിലേക്ക് സ്റ്റാഫുകളെ ഇരുത്തുന്ന, അവരെ എന്താണ് സജ്ജരാക്കുന്ന, പ്രിപ്പയർഡ് ചെയ്യുന്ന റൂമിലേക്ക്. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയാസ് അല്ലേ, അങ്ങനെ ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻസ്ഡ് ആവുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ആളുകള്. അപ്പൊ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയാസിലേക്ക്. പിന്നെ എന്താണ് റിലേറ്റീവ് വെയിറ്റിംഗ് റൂംസ്, റിലേറ്റീവ്സിന്റെ ആളുകള് വെയിറ്റ് ചെയ്യുന്ന റൂമിലേക്ക്. അഡ്മിറ്റിംഗ് ഓഫീസാണ്, അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതൊക്കെയാണ് ആ അഡ്മിറ്റിംഗ് ഓഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടാ. അവിടെ എക്സ് ഒന്നും കൂടി കൊടുക്കാം കേട്ടാ. ഓഫീസ് കോമ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകുന്നു. കൂടാതെ എന്താണ് ബ്ലഡ് ബാങ്കിലേക്ക് നൽകുന്നു, CSST ഡിപ്പാർട്ട്മെന്റിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, സ്പെഷ്യൽ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് ചീഫ് ആർ അസൈൻഡ് ടു കീ ഏരിയാസ്. ഓരോ കീ ഏരിയാസിലേക്കും, ഓരോ പ്രത്യേക വിഭാഗങ്ങൾ ഏരിയാസിലേക്കും എന്ത് ചെയ്യുന്നു, ചീഫുകളെ, ഹെഡുകളെ നിയമിക്കുന്നു. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്, പ്രത്യേക വ്യക്തികൾ എന്താണ് ഡോക്ടർ മേജർന്ന് ഡിക്ലെയർ ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. CEO, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ട്, സീനിയർ ഫിസിഷ്യൻസ് ഒക്കെ എന്താണ് ഡിസാസ്റ്റർ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ ഡിസാസ്റ്റർ പ്ലാൻ കഴിഞ്ഞിട്ട് ഒരു കോമ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. ഇംപ്ലിമെന്റ് ദി ഡിസാസ്റ്റർ പ്ലാൻ ചെയ്തോ? ഒന്നില്ലെങ്കിൽ ഒരു കോമ ഇടാം, അതല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. അത് സെപ്പറേറ്റ് ചെയ്യാം. പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻഫോംഡ്. എന്താണ് കൂടാതെ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കും വിവരം അറിയിക്കുന്നു. ടെലിഫോൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അനൗൺസ് ചെയ്യുന്നു അല്ലെ. ഡോക്ടർ മേജറിന് എന്താണ് 3 ടൈംസ് ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും വിളിച്ചു പറയുന്നതിന് 3 മിനിറ്റ്. നെക്സ്റ്റ് എന്താണ് ഓരോ ഫിസിഷ്യൻസ് അതല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകൾ, ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സ്റ്റാഫുകളെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വിളിപ്പിക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവരുടെ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കുന്നു. എന്താണ് റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, ഹൗസ് ഓഫീസേഴ്സിനൊക്കെ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫുകൾ നൽകുന്നു. പിന്നെ എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. ആർക്കൊക്കെയാണ്? ഡിസാസ്റ്റർ ചീഫ് ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ട്രയേജ് ഏരിയാസ്, എമർജൻസി വെയിറ്റിംഗ് റൂംസ്, സ്റ്റാഫ് ഹോൾഡിംഗ് റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയാസ്, റിലേറ്റീവ് waiting rooms, admitting officer, X-ray department, blood bank and CSSD.
ചീഫ്സ് ആർ അസൈൻഡ് ടു കീ ഏരിയാസ്. ഓരോ പ്രധാന വിഭാഗങ്ങളിലേക്കും ഹെഡുകളെ ചീഫുകളെ നിയമിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദ ട്രാഫിക് ട്രയേജ് ഈസ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ്. എന്താണ് സെക്യൂരിറ്റി സ്റ്റാഫ് ജീവനക്കാരെ ട്രാഫിക് നിയന്ത്രിക്കാൻ, നമ്മുടെ ട്രയേജ് സെക്ഷനിലേക്കുള്ള ട്രാഫിക് നിയന്ത്രിക്കാനായി ആംബുലൻസിന്റെ പ്രവേശന കവാടത്തിന് അടുത്ത് നിർത്തുന്നു അല്ലെ. ചിലപ്പോ ഓരോ ആംബുലൻസ് വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഒരു ആംബുലൻസ് ആണോ വരുന്നത് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല്? ആണോ? അല്ല അല്ലെ, ഒന്നിലധികം വരും അല്ലെ. അപ്പൊ എന്താണ് അവിടുത്തെ തിരക്ക്. അപ്പൊ ഓരോരുത്തരെ കയറ്റനുസരിച്ച് അവരെ ട്രയേജ് ചെയ്ത് തിരിക്കണം അല്ലെ, സോർട്ട് ചെയ്യണ്ടേ ഓരോ പേഷ്യൻസിനെ കയറ്റുന്നതനുസരിച്ച് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റി സപ്പോർട്ട് പേഴ്സണൽസിനെ നിയമിക്കുന്നു. നെക്സ്റ്റ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്തെല്ലാമാണ്? ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. എന്ത് ചെയ്യാം, കാഷ്വാലിറ്റീസ് എന്താണ് കുന്നുകൂടാൻ സമ്മതിക്കരുതെന്ന്. ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. ഒരുപാട് കാഷ്വാലിറ്റീസ് ഓരോ കേസുകളും വരുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ സോർട്ട് ചെയ്ത് അല്ലെ ആണോ ട്രയേജ് കൊടുത്ത് ഓരോരുത്തരെയും ഓരോ ഏരിയാസിലേക്ക് വേഗം വേഗം ഷിഫ്റ്റ് ചെയ്യുക. ഡിലേ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യുന്നത് പേഷ്യൻസിന് ട്രയേജ് കൊടുക്കുന്നത്. ഡിലേ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഭയങ്കര തിരക്കാവും അല്ലെ. കറക്റ്റ് രീതിയിൽ ട്രീറ്റ്മെന്റ് പ്രോബ്ലംസ് വരും. കറക്റ്റ് രീതിയിൽ പേഷ്യൻസിന് വേണ്ട കെയർ കൊടുക്കാൻ പറ്റാതെ വരും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താണ്, ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. കാഷ്വാലിറ്റി എമർജൻസി വിഭാഗത്തില് എന്താണ് പൈലപ്പ് രോഗികളെ ഒന്നുകൂടെ തിരക്ക് അനുഭവപ്പെടാൻ സമ്മതിക്കരുത്. നെക്സ്റ്റ് സോർട്ട് പേഷ്യൻസ് റാപ്പിഡലി. പേഷ്യൻസ് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യുക, തരം തിരിക്കുക. ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടാഗ് നൽകുക. ടാഗ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വരുന്നുണ്ട് ടാഗിങ്. ടാഗ് എന്ന് പറഞ്ഞാല് ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ് നൽകുന്നു. അങ്ങനെ കുറച്ച് വരുന്നുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് പറഞ്ഞുതരാം. ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഓരോ പേഷ്യൻസിനും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടാഗ് നൽകുക. റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. എന്താണ് ഓരോരുത്തരേക്കും എന്താണ് അവർക്ക് ഉചിതമായ ചികിത്സാ മേഖലയിലേക്ക് മാറ്റുക. അപ്പൊ ഒരു പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് കൊണ്ടുപോകണം, അവരങ്ങോട്ട് മാറ്റുക. റെസൂസിറ്റേഷൻസ് ഏരിയാസിലേക്കാണെങ്കിൽ അവരങ്ങോട്ട് മാറ്റുക. അതെല്ലാം ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്കാണെങ്കിൽ അങ്ങോട്ട് പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യുക, ടാഗ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുക. ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് ഡിസാസ്റ്ററിൽ വരുന്നത്? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് അല്ലെ. എന്താണ് ക്രിട്ടിക്കൽ ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷനില്ല ഉയർന്ന ബുദ്ധിമുട്ടുള്ള ആളുകളെ എമർജൻസി റൂമിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി. എന്തൊക്കെയാണ്? ലൈഫ് ത്രെട്ടനിങ് അല്ലെ, ജീവൻ നഷ്ടപ്പെടുന്ന, ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലീഡിങ് അല്ലേ ആണോ? ഹെമറേജ് ഒക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളില്? ഉയർന്ന രക്തപ്രവാഹം അല്ലേ, ബ്ലീഡിങ് ഫ്രം എ ഡാമേജ്ഡ് ബ്ലഡ് വെസൽ. ഹെമറേജ് അങ്ങനെയുള്ള ലൈഫ് ത്രെട്ടനിങ്, ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന എന്തെങ്കിലും അപകടങ്ങളോ അസുഖങ്ങളോ ഉള്ള ആളുകളെ എങ്ങോട്ട് മാറ്റുക? എമർജൻസി റൂമിലേക്ക് മാറ്റുക. നെക്സ്റ്റ് സർജറി. ഇതാണ് സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ്. ചെസ്റ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, അബ്ഡോമിനൽ ട്രോമ അല്ലെ, അബ്ഡോമിനൽ കഴിഞ്ഞിട്ട് ഒരു കോമിഡാട്ടാ. അബ്ഡോമിനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് അങ്ങനെയുള്ള പേഷ്യൻസിനെ, അതല്ലെങ്കിൽ ട്രോമ ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസിനെ, ഓപ്പൺ ഫ്രാക്ചർ സംഭവിച്ച പേഷ്യൻസിനേക്ക് എങ്ങനെയാണ് സർജറിയിലേക്ക് വിടുക?
നെക്സ്റ്റ് ഡെലിവറി സൂട്ട്. ഡെലിവറി സൂട്ട് എന്ന് പറഞ്ഞാല് വുമൺ ഇൻ ലേബർ അല്ലെ, എന്തെങ്കിലും എന്താണ് പ്രഗ്നൻസി വുമൺസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് വുമൺസ് ഇൻ ലേബർ, ലേബറുമായി പ്രസവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ, എന്താണ് പ്രഗ്നന്റ് വുമൺ എന്തെങ്കിലും രീതിയിലേക്ക് ആഘാതം സംഭവിക്കുക, അവരിങ്ങനെ വീഴുക അല്ലെ, വയറിടിച്ച് വീഴുക, കാല് സ്ലിപ്പായി വീഴുക, അപ്പൊ അങ്ങനെയുള്ള ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസിനൊക്കെ എങ്ങോട്ട് വിടുക, ഡെലിവറി സൂട്ടിലേക്ക് വിടുക, ഡെലിവറി സെക്ഷനിലേക്ക് വിടുക. നെക്സ്റ്റ് ഐസിയുലേക്ക് ആരാണ്, മെഡിക്കൽ എമർജൻസീസ് അല്ലെ, എമർജൻസി സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് വിടുക. നെക്സ്റ്റ് എന്താണ് OPD, അതൊന്ന് കറക്റ്റ് ചെയ്യാട്ട, അത് മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതില്. OPD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈനർ ഇഞ്ചുറീസ്, എമർജൻസി റൂമിൽ നടക്കുന്നില്ലേ, സെവൻത്തിലെ എമർജൻസി റൂമിൽ നടക്കുന്നില്ലേ മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ്, അതെടുത്ത് OPD ഏരിയാസിലേക്ക് OPD ഏരിയാസിലെ കട്ട് ചെയ്തിട്ട് ഇതെടുത്ത് അങ്ങോട്ട് ഉണ്ടാവും. OPD ഏരിയാസില് അൺസാൽവജബിൾ കേസസ് ഒന്നും കൊടുത്തിട്ടില്ലേ, അത് പറഞ്ഞുതരാം. അൺസാൽവജബിൾ കേസസ് അത് വെട്ടിക്കളഞ്ഞേ, ജസ്റ്റ് വെട്ടിയൊന്ന് വെട്ടിയാവും. എന്നിട്ട് അവിടെ മൈനർ ഇഞ്ചുറീസ്, പിന്നെ ആംബുലേറ്ററി പേഷ്യൻസ്, എഴുതിയോ? നെക്സ്റ്റ് എമർജൻസി റൂമില, അത് രണ്ടും പറ്റി. എമർജൻസി റൂമില മൈനർ ഇഞ്ചറീസും ആംബുലേറ്ററി പേഷ്യൻസും വെച്ചിട്ട് അൺസാൽവേജബിൾ കേസസ് നേടിയേ. ക്ലിയർ ആയോ? OPD ഏരിയാസിൽ എങ്ങനെയായിരിക്കും? OPD ഏരിയാസിലെ മൈനർ ഇഞ്ചുറീസ് അല്ലെ, ചെറിയ മുറിവുകൾ പറ്റിയത്, പിന്നെ ആംബുലേറ്ററി പേഷ്യൻസ് അധികം മുറിവുകളൊന്നും ഇല്ലാത്ത, ജസ്റ്റ് എന്താണ് ഡോക്ടറെ ചെക്കപ്പ് എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു പോകാൻ പറ്റുന്ന പേഷ്യൻസ് അല്ലെ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് OPD ഏരിയ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് റേഡിയോളജി, സ്കാനിങ്ങുകളൊക്കെ ചെയ്യാം അല്ലെ, ഫ്രാക്ചർ ടു ഓർത്തോപീഡിക് ആൻഡ് ദെൻ ഓർത്തോപീഡിക്കോ എല്ല് വിഭാഗവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ മറ്റുള്ള ഫ്രാക്ചറോ എന്തെങ്കിലും ചതവുകളൊക്കെ പറ്റിയിട്ട് സ്കാനിങ്ങുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് എമർജൻസി റൂം എന്താണ്, അൺസാൽവജബിൾ കേസ്, നമുക്ക് രക്ഷിക്കാനാവാത്ത, എന്താണ് നമുക്ക് റിക്കവറി ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് റിപ്പയർ ചെയ്യാനോ വീണ്ടെടുക്കാനോ പറ്റാത്ത തരം മുറിവുകളുള്ള അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസിനെയാണ് എമർജൻസി റൂമിൽ അൺസാൽവജബിൾ കേസസ് എന്ന് പറയുന്നത്. ഒരുപാട് ഗുരുതരമായ പരിക്കുകൾ വെച്ചിക്കൊണ്ടിരില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് അൺസാൽവജബിൾ കേസസ് എന്ന് പറയുന്നത്. നമുക്ക് രക്ഷിക്കാനാവാത്ത ഒരുപാട് പരിക്കുകളുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിനെ എവിടെയാണ് ഉൾപ്പെടുത്തുന്നത്? ആക്സിഡന്റ്, അതല്ലെങ്കിൽ എന്താണ് ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോ അല്ലെ, നല്ല രീതിയിലുള്ള അപകടങ്ങൾ വച്ചാലോ 90% അപകടങ്ങൾ പറ്റുന്ന ബോഡിയിലെ നമുക്ക് ചാൻസ് കുറവായിരിക്കില്ലേ അവരെ രക്ഷിക്കുന്നതിന്, ആണോ? അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് അൺസാൽവജബിൾ, നമുക്ക് രക്ഷിക്കാനാവാത്ത വിധം മുറിവുകളുള്ള, പരിക്കുകളുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ്. നെക്സ്റ്റ് സൈക്യാട്രി, രണ്ടും തന്നെയാണ് ഏകദേശം അല്ലെ.
നെക്സ്റ്റ് സൈക്യാട്രി. സൈക്യാട്രിയിൽ ആരൊക്കെയാണ്? സൈക്യാട്രിയിൽ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് കിടത്തുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് സൈക്യാട്രി കാണിക്കുന്നത്? സൈക്യാട്രിയില് ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ളവരല്ലേ? ഹിസ്റ്റീരിയ. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? മെന്റലി അൺകൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? അവർക്ക് അവർ ഇമോഷൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? അൺകൺട്രോളബിൾ ആയിരിക്കും അല്ലെ? പെട്ടെന്ന് അരിഞ്ഞ കരയാ, പെട്ടെന്ന് ചിരിക്കുക അല്ലെ? പെട്ടെന്ന് എന്താണ് ദേഷ്യം വരിക അല്ലെ? അപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകള്. പിന്നെ ബിഹേവിയറൽ എമർജൻസി, എന്തെങ്കിലും ബിഹേവിയറൽ സ്വഭാവ വൈകല്യങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആളുകളൊക്കെയാണ് സൈക്യാട്രിയിൽ. ഇപ്പൊ പെട്ടെന്ന് ഷോക്ക് വരും ആളുകൾക്ക്, അങ്ങനെ വരാറുണ്ട് അല്ലേ? മെന്റലി വരാറുണ്ടോ? അവരെന്താ പെട്ടെന്ന് തന്നെ അവരുടെ ബിഹേവിയർ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അവർ ചിലപ്പോ ഡിപ്രഷനിലാകെ പോവാം അല്ലെ? ആരോടൊന്നും മിണ്ടാതെ ഡിപ്രഷൻ ആകെ പോവാം, സൂയിസൈഡിങ് അറ്റംപ്റ്റ് കാണിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് സൈക്യാട്രി. നെക്സ്റ്റ് മെഡിറ്റേഷൻ റൂം. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മെഡിറ്റേഷൻ ഒക്കെ നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് സെമിനാർ റൂം. സെമിനാർ റൂമിൽ എന്താണ്? അൺഇഞ്ചേർഡ്, പരിക്കുകൾ പറ്റാത്ത, ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസ്, പിന്നെ എന്താണ് റിലേറ്റീവ്സിനൊക്കെയാണ് സെമിനാർ റൂമിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഈ ടാഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മിസ് അപ്പൊ എടുത്തുതരാം. കണ്ടില്ലേ? ട്രയേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ എടുക്കാം കേട്ടോ മിസ്. ഓക്കെ അല്ലേ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.